പത്തനംതിട്ടയിൽ നിന്നും ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീത്ത്, പന്തളത്തെ ആകാശടക്കം ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്കാരത്തിനുള്ള ക്രമീകരണം അവിടെ പൂർത്തിയാകുന്നുണ്ടോ? നാട് ഏത് രീതി ആകസ്മികവും എല്ലാ മരണങ്ങളും ആകസ്മികമാണ്, പക്ഷേ ഇത് പക്ഷേ വല്ലാത്തൊരു ആകസ്മികതയായി. നാട് എങ്ങനെയാണ് അവർക്ക് യാത്ര നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്? ശ്രീത്. ഹാഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആ സിബിന്റെ പിതാവിന്റെ വിഷമം അവിടെ വെച്ച് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ നാട് ഇത്തരത്തിൽ മുഴുവൻ ആളുകൾക്കും യാത്ര മൊഴിയേകാൻ ഒരുങ്ങി നിൽക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിബിൻ നേരത്തെ വരാനിരുന്നായിരുന്നു. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുഞ്ഞിന്റെ 9 മാസം മാത്രം പ്രായമാണ്. ആ കുഞ്ഞിന്റെ 1ാം പിറന്നാളിന് 2 മാസം കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ വരാനിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത്. എന്തായാലും ഈ മൃതദേഹങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് 5 മൃതദേഹങ്ങളാണ്. 6 പേർ പത്തനംതിട്ട സ്വദേശികളാണ്. ഒരാൾ പാണ്ടനാടാണ് താമസിക്കുന്നത്, മാത്യു തോമസ്. അദ്ദേഹം നിരണത്ത് കുടുംബ വീടാണ്. അദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് പാണ്ടനാടാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ആലപ്പുഴ ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോകും. എന്തായാലും മറ്റ് 5 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടിഞ്ഞില്ലം എന്ന പ്രദേശത്ത് എത്തിച്ചേരും. ഈ തൊട്ടു ദൂരെ ആ മേഖലയിലാണ് ഇപ്പോൾ ആ വാഹനങ്ങൾ കാത്ത് കളക്ടർ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 5 മൃതദേഹങ്ങളിൽ PV മുരളീധരൻ നായരുടെ മൃതദേഹം, പ്രമാടം വാഴമുട്ടം സ്വദേശി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാത്രമാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങൾ, ഈ സിബിൻ്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെ തന്നെ മാത്തൻ ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പന്തളത്തെ ഹാഷ്മിയുടെ നാട്ടുകാരൻ കൂടിയായ ആകാശ് ശരൺ നായരുടെ മൃതദേഹം തൊട്ടടുത്ത ഇടപ്പോളിലെ ജോസ്കോ ആശുപത്രിയിലേക്ക് മാറ്റും. മറ്റ് 2 മൃതദേഹങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് മാറ്റും. ഈ സംസ്കാരം ശനിയാഴ്ചയാണ്, അതായത് നാളെയാണ് ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. നാളെ രാവിലെ മാത്രമാണ്. സിബിന്റെ അമ്മ അടുത്തിട്ടാണ് മരിച്ചത്, സിബിന്റെ ഭാര്യ മാതാവ് അടുത്തിട്ടാണ് മരിച്ചത്. അങ്ങനെ ഒരു സങ്കടങ്ങളുടെ ഒരു നൈരന്തര്യം അല്ലെങ്കിൽ സങ്കടങ്ങളുടെ ഒരു തുടർച്ച ആ വീടിനെ വിട്ടൊഴിയുന്നില്ല അല്ലേ ശ്രീത്? വല്ലാത്ത വേദനയാണ്. തീർച്ചയായും എൻ്റെ ഒരു സുഹൃത്ത് സനോ കുര്യനാണ്. കാരണം ഏറ്റവും അവസാനമാണ് ഈ സിബിൻ്റെ മരണവാർത്ത നമ്മളെ തേടിയെത്തുന്നത്. നമ്മൾ ആകാശിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു സിബിൻ്റെ മരണവാർത്ത. എൻ്റെ ഒരു സുഹൃത്ത് സനോ കുര്യൻ, അവൻ്റെ സഹപാഠിയാണ്. അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് നോക്കുന്നത്. ഇങ്ങനൊരു ലിസ്റ്റ് ഇങ്ങനെ ഒരാളുടെ പേര് പത്തനംതിട്ടയിൽ ഇല്ലല്ലോ എന്ന് നോക്കുന്നത്. പെട്ടെന്നാണ് അവനെ എനിക്ക് വിളിക്കാൻ തോന്നിയത്. തൊട്ട് അടുത്ത സനോയുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അവനെ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ സൗഹൃദമായിരുന്നു. പത്തനംതിട്ട വന്നതിന് ശേഷമാണ് ഞാൻ അവനുമായി കൂടുതൽ അടുത്തത്. എന്തായാലും സനോയുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. സനോ പറയുന്നത് അത്ര കണ്ട് വിഷമം ഉണ്ട്. അതായത് 5 മാസം മുൻപാണ് മാതാവ് മരിക്കുന്നത്. ആ പിതാവ് മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഈ ഭാര്യയും കുഞ്ഞും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ മാതാവ് മരിച്ചതിന്റെ ദുഃഖം, അതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന അയാളുടെ ഭാര്യ മാതാവ്, സിബിന്റെ പിതാവാണ്, സിബിന്റെ കാര്യം പറയുകയായിരുന്നു ശ്രീകുമാരൻ. അത് വലിയ വേദനയാണ്. സിബിൻ മാത്രമല്ല, ഓരോന്നോരോന്നും ഓരോരോ വേദനകളുടെ ഭൂഖണ്ഡങ്ങളാണെന്ന് ഉറപ്പായും പറയാം. ചാവക്കാട്ടേക്ക് പോകുന്നു. അവിടെ ബിനോയ് എന്ന് പറയുന്ന യുവാവ് അങ്ങോട്ടേക്ക് ചാവക്കാട്ടേക്കുള്ള യാത്രയിലാണ്. സൂരജ് ചെയ്യുന്നു. സൂരജ്, ചാവക്കാട് എപ്പോഴൊക്കെ ആംബുലൻസ് എത്തും, ബിനോയുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ സംസ്കാരത്തിനുള്ള ക്രമീകരണം എങ്ങനെയാണ് സൂരജ്? ഹാഷ്മി, എന്തായാലും ഒരു അരമണിക്കൂർ നേരം മാത്രമേ വേണ്ടി വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തൃശ്ശൂരിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നീട് ഈ ചാവക്കാട്ടേക്ക് എത്തേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം നമ്മൾ ഈ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ബോഡി എത്തും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് ചാവക്കാട്ടേക്ക് എന്തായാലും ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്തായാലും ഒരു 1:30-1:45 കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. അതായത് ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ബിനോയ്. അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബിനോയുടെ വീട് കാണാം. 6 വർഷത്തോളം ഈ വാടക വീട്ടിലായിരുന്നു ബിനോയുടെ താമസം. പിന്നീടാണ് ഈ ബിനോയ് ഈ ഒരു 2.5 സെന്റ് സ്ഥലം വാങ്ങുന്നത്. അവിടെ ഒരു കൊച്ചു ഷെഡ്, വീട് എന്ന് പറയാൻ കഴിയില്ല, ഒരു കൊച്ചു ഷെഡാണ് അത്. ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ആ ഷെഡ് പണിതതിന് ശേഷം അതിന് മുകളിൽ ഇടാൻ ഷീറ്റ് വാങ്ങാൻ തന്നെ ഏറെ പ്രയാസപ്പെട്ടു. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്ന് പലരെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ഈ ഷെഡ് തന്നെ പണിതുയർത്താൻ കഴിഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ തീർത്തും അടച്ചുറപ്പ് എന്ന് പറയാവുന്ന നിലയിൽ പോലും ഇല്ല. അങ്ങനെ ഒരു സ്വന്തമായ ഒരു വീട് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ബിനോയ് ഇവിടെ നിന്ന് 5-ാം തീയതി വിമാനം കയറുന്നത്. ആ സമയത്ത് വലിയ ബാധ്യത ഉണ്ടായിരുന്നു. ഈ കാണുന്ന വീട് പണിയുന്നതിന് വേണ്ടി തന്നെ 2 ലക്ഷം രൂപയിലധികം വായ്പ എടുത്തിരുന്നു. അതിന് പുറമേ തന്നെയുള്ള മറ്റ് കടങ്ങളുണ്ട്. 2 കുട്ടികളുണ്ട്. അങ്ങനെ ഈ 3 കുടുംബങ്ങൾ, അതായത് 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബം, അവരുടെ എല്ലാം വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയാണ് 5-ാം തീയതി ഇവിടെ നിന്ന് വിമാനം കയറുന്നത്. ആ സമയത്ത് അവിടെ എത്തിയതിനു ശേഷം
അതിനുശേഷം ബിനോയ് ഈ നാട്ടുകാരെ എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നല്ല സാഹചര്യമാണ്, നല്ല ചുറ്റുപാടാണ്, അതോടൊപ്പം തന്നെ ഈ ജോലി സംബന്ധമായിട്ട് അതായത് ബിനോയിയുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പ്രൊമോഷൻ അടക്കം നൽകാം എന്ന് പറഞ്ഞിരുന്നു, മറ്റ് സെക്ഷനുകളിലേക്ക് മാറ്റിക്കൊടുക്കാം എന്നെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ സന്തോഷമെല്ലാം വീട്ടുകാരോട് മാത്രമല്ല ഈ നാട്ടുകാരോടക്കം ബിനോയ് പങ്കുവച്ചിരുന്നു. അങ്ങനെ ഈ അപകടം നടക്കുന്ന ദിവസം രാത്രി 2:30 വരെ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഭാര്യയ്ക്ക് ഈ ഫോണിലൂടെ സന്ദേശം അയച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ബിനോയിയെ ഓൺലൈനിൽ ലഭ്യമായില്ല. ഇതോടുകൂടിയാണ് കുടുംബാംഗങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നത്, ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകുമോ എന്നൊരു സംശയം തോന്നുന്നു. അത് ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായി പങ്കുവെക്കുന്നു. അങ്ങനെ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള KV അബ്ദുൽ ഖാദർ അടക്കം ഇടപെട്ടുകൊണ്ട് നോർക്കയുമായി എല്ലാം ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, അതിന് ഒടുവിലാണ് ഈ ബിനോയുടെ മൃതദേഹം ഈ ആശുപത്രിയുടെ മോർച്ചറിയിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് അവസാന നിമിഷം പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ബിനോയെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വാർത്ത വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ തീർത്തും അശുഭമായ വാർത്തയാണ് കുടുംബത്തെ കാത്തിരുന്നത്. അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് അത്. കുടുംബാംഗങ്ങൾ മാത്രമല്ല നാട്ടുകാർ ഉൾപ്പെടെ അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ ബിനോയെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും ഈ സൗമ്യമായ സ്വഭാവം, ആരോടും മോശമായി പെരുമാറാത്ത ഒരാൾ, അങ്ങനെ ആ വീട് തന്നെ മനസ്സിലാകുന്നു. പണിതീരാത്തൊരു വീടാണ്, വീടടക്കം പൂർത്തിയാക്കുക എന്നുള്ളത് ബിനോയുടെ ആഗ്രഹം. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മൾ തീപിടുത്തമുണ്ടായപ്പോൾ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ദുരന്തത്തിൻ്റെ അശനിവാദ വാർത്തകൾ കേൾക്കല്ലേ എന്ന് 24 മണിക്കൂറിൽ 24 മരണങ്ങളുടെ വല്ലാത്ത വാർത്ത കേട്ട് ഹൃദയം തകർന്നവരാ നിൽക്കുന്നു നാട്. നമ്മൾ അവർക്ക് ബാഷ്പാഞ്ജലി ഒരിക്കൽ കൂടി